നമസ്കാരം. ആദ്യം തന്നെ പറയട്ടെ, നമുക്ക് വേണ്ടി ഈ കുടുംബവും ജീവിതവും ത്യജിച്ചുകൊണ്ട് അഹോരാത്രം നമ്മളുടെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി പോരാടുന്ന ഓരോ ധീര ജവാനും വേണ്ടി നമ്മൾ ദിവസത്തെ ഒരു 30 സെക്കൻഡെങ്കിലും സ്മരിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഒരു അപേക്ഷയുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്കകത്ത് എന്തേലും അസഭ്യം എൻ്റെ വായിൽ നിന്നുണ്ടായാൽ സദയം ക്ഷമിക്കണം. കാര്യം വള്ളത്തോട് പറഞ്ഞിരിക്കുന്ന വരികളാണ് എനിക്ക് പറയാനുള്ളത്. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയുടെ പ്രധാന കഥാപാത്രം അല്ലെങ്കിൽ നടൻ എന്ന് പറയുന്നത്, പ്രധാന നടൻ എന്ന് പറയുന്നത് നമ്മളുടെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് അഖിൽ മാരാർ എന്നാണ്. ഈ വീഡിയോ ഇടാനുള്ള കാര്യം പലതുണ്ട്. പുള്ളിയുടെ അഭിപ്രായത്തിനോടുള്ള തികഞ്ഞ വിയോജിപ്പും കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ നമ്മൾ ഒരു 3 തരംതിരിക്കാം. ഈ 3 തരംതിരിക്കാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം അഖിൽ മാരാർ ആരാണ്, അഖിൽ മാരാരുടെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ അഖിൽ മാരാർ എങ്ങനെയാണ് സമൂഹത്തിനോട് പെരുമാറുന്നത് എന്ന് നോക്കുന്ന ഒരു ഭാഗമുണ്ട്. രണ്ടാമത്തെ ഭാഗം അഖിൽ മാരാര് ഫേസ്ബുക്കിൽ പറഞ്ഞതിന്റെ ഒരു അഭിപ്രായത്തിന്റെ ഒരു മറുപടി. മൂന്നാമത്തെ കാര്യം അഖിൽ മാരാരിനോട് എനിക്ക് പറയാനുള്ള, അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിൽ കൂടി പറയാനുള്ള എൻ്റെ ആശയം. അതാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. 3 അതുകൊണ്ട് തരംതിരിച്ചിരിക്കുന്നത്. ദയവ് ചെയ്ത് ദുർപ്രയോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ക്ഷമിക്കണം. നമുക്ക് ആദ്യമേ തുടങ്ങാം. ഈ അഖിൽ മാരാർ എന്ന് പറയുന്നത് ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്. അതായത് ഒരു അല്പൻ എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം, അല്ലെ? ഈ സൈക്കോളജി, സൈക്യാട്രിക് ഒക്കെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം നാർസിസിസം എന്താണെന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിനകത്ത് ചില ക്വാളിറ്റി ഉണ്ട്. അവർക്ക് ക്വാളിറ്റി എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഇവരുടെ ഈ ക്വാളിറ്റി അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും അവരെ ഇഷ്ടപ്പെടും. ഒരല്പനാണ്, ആദ്യം നമുക്ക് അയാളെ ഇഷ്ടപ്പെടും. പതിയെ അയാളുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. അതോടുകൂടി നമ്മൾ ഇയാളെ വെറുക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ഇയാളുടെ സ്വഭാവവും വർത്തമാനവും പ്രവൃത്തിയും വെറുപ്പുളവാക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അത് തന്നെയായിരിക്കും നടക്കുന്നത്. നമ്മൾ അഖിൽ മാരാരുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നുമല്ലാത്ത ഒരു അഖിൽ മാരാർ ഒരു സിനിമ ചെയ്യുന്നു, ജോജുവായിട്ട് പരിചയപ്പെടുന്നു. ജോജുവിന്റെ ഒരു പ്രഭാവം മൂലം, അല്ലാതെ എന്ന് പറഞ്ഞാൽ ജോജു എന്ന് പറയുന്ന ആ ഒരു അഭിനയ വ്യക്തിയുടെ പ്രഭാവം കാരണം അദ്ദേഹം ഒരു ഡയറക്ടർ ആകുന്നു. അതിനുശേഷം നമ്മളുടെ സായി കൃഷ്ണ, എല്ലാവർക്കും അറിയാം, ഈ സീക്രട്ട് ഏജന്റും ഉണ്ണിമുഖത്തിന്റെയും വിഷയത്തിൽ കൂടി കേരളം മൊത്തം ഇദ്ദേഹത്തിനെ അറിയുന്നു, അഖിൽ മാരാറിനെ അറിയുന്നു. അതിനുശേഷം ബിഗ് ബോസിൽ വരുന്നു. ഇദ്ദേഹം കേരളം മൊത്തം വളർന്ന് പന്തലിക്കുന്നു. ഇതാണല്ലോ ഈ ഒരു ഗ്രാഫ്, ഈ നമ്മുടെ അഖിൽ മാരാരുടെ ഗ്രാഫ്. അപ്പൊ ഞാൻ പറയാൻ കാര്യം, ഈ ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ആണെന്ന് പറയാൻ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കുള്ള ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ സെൽഫ് എക്സ്റ്റീം എന്ന് പറയും. അതായത് ഒരു വാക്കിനും ഒരു നിജവുമില്ല, സ്വന്തമായിട്ടൊരു വിലയും കൊടുക്കുന്നില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത്. നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം. അതായത് പുള്ളി ബിഗ് ബോസിന് അതായത് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് പറയുന്ന ഒരു അഭിപ്രായവും ബിഗ് ബോസിൽ കയറുമ്പോഴുള്ള ഒരു അഭിപ്രായവും ആണ് പുള്ളിയുടെ ഈ വീഡിയോയിൽ, ഞാൻ ഈ കാണിക്കുന്ന വീഡിയോയിൽ. അതായത് അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവം. വ്യക്തി എന്ന നിലയിൽ ജനത്തിന്റെ ഇഷ്ടം പിടിച്ചു പറ്റാൻ ഇതിലും നല്ലൊരു പ്ലാറ്റ്ഫോം അറിയില്ല. എനിക്ക് ബിഗ് ബോസ് കയറാം. അപ്പം എനിക്ക് ഇതുപോലെ പുച്ഛമുള്ള ഒരു പരിപാടി കേരളത്തിലില്ലായിരുന്നു. 5 മിനിറ്റ് ഞാനത് തികച്ച് കണ്ടിട്ടില്ല. ഏത് ഷോയുടെയും ഏറ്റവും വലിയ വിജയം അതിന്റെ പ്രേക്ഷകരാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആക്കി ബിഗ് ബോസിനെ മാറ്റിയത് ഏഷ്യാനെറ്റിന്റെയും ഈ ബിഗ് ബോസിന്റെ ഒക്കെ പ്രേക്ഷകരാണ്. അതുകൊണ്ട് അവരെ കഴിഞ്ഞില്ല പിന്നെ ആരുണ്ട്? നമുക്ക് അവരല്ലേ എല്ലാം. രണ്ടാമത് ഒരു പുള്ളി, അതായത് ഒബ്സഷൻ വിത്ത് അപ്പിയറൻസ് എന്ന് പറയും. അതായത് ബ്രാൻഡ് ഇടുക, ബ്രാൻഡ് ഉപയോഗിക്കണം, ഞാൻ വലിയ ആളായിട്ട് നടക്കണം, എപ്പോഴും സെറ്റപ്പായിട്ട് നടക്കണം. അത് ഇവരുടെ ഒരു വലിയൊരു കുഴപ്പമാണ്. അദ്ദേഹത്തിന്റെ പല വീഡിയോയിലും പുള്ളി പറയുന്നുണ്ട്, പുള്ളി ബ്രാൻഡ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അത് ഈ ഒരു ആൾക്കാരുടെ, ഈ അല്പന്മാരുടെ ഒരു സ്വഭാവമാണ്. ഉള്ളത് പറഞ്ഞാൽ, ഞാൻ കടത്തുമേ കിടന്നാലും
ഞാൻ ഏറ്റവും വില കൂടിയ വാഹനം വാങ്ങാനും ഏറ്റവും വിലയുള്ള ഷർട്ടുകൾ ഇടാനും ചെരുപ്പുകൾ ഇടാനും ഇഷ്ടമുള്ള ആളാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ നീഡ് അപ്രൂവൽ. പുള്ളിക്ക് എപ്പോഴും അംഗീകാരങ്ങളും പുള്ളിയിലേക്കുള്ള ശ്രദ്ധകളും വേണം. അത് അദ്ദേഹത്തിന്റെ ഓരോ വരികളിലും ഓരോ വാക്കുകളിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു മൂന്നാമത്തെ കാര്യം, ഈ ബിഗ് ബോസ് നടന്നപ്പോൾ അതിനകത്തൊരു സമ്പ്രദായമുണ്ട്, ഡീഹ്യൂമനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് മധു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അയാൾ കാണിച്ച് അദ്ദേഹം അത് ക്ഷമയൊക്കെ പറഞ്ഞു. അത്രയ്ക്ക് ഒരു ഒരു സ്വഭാവക്കാരനാണ് അദ്ദേഹം. ഈ എന്തിനേയും ഇകഴ്ത്തി കാണിക്കുക, പുച്ഛിക്കുക, അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ്. ഇതിനൊക്കെ ഉപരി നോ എംപതി. എംപതി എന്ന് പറയുന്ന വാക്ക് അദ്ദേഹത്തിന്റെ ചരിത്രത്തിലില്ല. അതിന് വലിയൊരു ഉദാഹരണമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, വയനാട്ടിൽ ഒരു വലിയ വിഷയം നടന്നു. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാര് സഖാവ് പിണറായി വിജയനോട് വിരോധമുണ്ടെങ്കിൽ, പുള്ളി വ്യക്തിവിരോധമല്ല, പുള്ളിയുടെ പാർട്ടി തീരുമാനത്തിൽ വിരോധമുണ്ടെങ്കിൽ തന്നെയും ആ വയനാട് ഒരു സംഭവം നടന്നപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ നമുക്ക് കയ്യിൽ കിട്ടുന്ന സംഭാവന എന്ത് ചെയ്തു? ചീഫ് മിനിസ്റ്റർ ഫണ്ടിലേക്ക് നടത്തി. ഈ നാറി അതവൻ എന്താ കാണിച്ചു തന്നു? ആ സമയത്ത് ഈ നാറി പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് നിങ്ങൾ ഈ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എമ്പതി എന്ന് പറയുന്ന സാധനം അവന്റെ ജീവിതത്തിൽ കൂടെ പോയിട്ടില്ല. അതാണ് ഈ അല്പൻ എന്ന് പറയുന്നത്. ഈ അല്പൻ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു ഡിസോർഡർ ആണ്. അവനാണ് ഈ അഗ്ലി അല്പന് പദവി കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുടയങ്ങ് പിടിക്കും പുള്ളി. അത് എന്ത് കുടയെ ആയിക്കോട്ടെ പുള്ളി അങ്ങ് പിടിച്ചിരിക്കും. അതിന് ഉപരി വേറൊരു ചൊല്ലും കൂടെ ഉണ്ട്, തൂറാത്തവൻ തൂറുമ്പോൾ തീട്ടം കൊണ്ട് ആറാട്ട്. കൊട്ടാരക്കര ബൈപ്പാസില് അല്ലെങ്കിൽ കൊട്ടാരക്കര MC റോഡില് മാങ്ങ വിറ്റുകൊണ്ടിരിക്കുന്ന ലാഘവം, കിലോപത്തെ വിളിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് ഈ നാറി ഇന്ത്യൻ സേനയെ പറ്റി, ഇന്ത്യയുടെ നയതന്ത്രത്തിനെ പറ്റി പറയുന്നത്, പുല്ലുവിലയായിട്ട് സംസാരിക്കുന്നത്. നമുക്ക് ഇനി യവൻ സംസാരിച്ച ആ ഒരു വരികളിലേക്ക് അല്ലെങ്കിൽ ഇവന്റെ അഭിപ്രായത്തിലേക്ക് നമുക്ക് മറുപടി കൊടുക്കാം. ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാൻ എന്നെ കേൾക്കുന്ന ആൾക്കാരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ അവൻ എന്ന് വിളിക്കുന്നതിൽ ഇദ്ദേഹത്തിന്റെ പ്രവൃത്തിയും പെരുമാറ്റവും പുച്ഛവും വർത്തമാനശീലവുമാണ് ഇങ്ങനെ വിളിക്കാൻ കാര്യം. തികച്ചും ഒരു ഭാരതീയൻ അംഗീകരിക്കാൻ മേലാത്ത രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ സംസാരം. നമുക്ക് ഇദ്ദേഹം പുള്ളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്ന് വാക്കും കൊണ്ട് തൂറിയ കാര്യം നമുക്കൊന്ന് പറയാം. അതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ്. ഇപ്പോൾ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നു, അത് അപ്പാടെ ഡിലീറ്റ് ചെയ്തു. പക്ഷെങ്കിൽ സ്ക്രീൻഷോട്ട് കിട്ടിയിട്ടുണ്ട്, അതിനെപ്പറ്റി ഞാൻ പറയാം. പക്ഷെങ്കിൽ അവന്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് 26 പേരെ കൊണ്ടുവന്ന് കൊന്ന ആ ടെററിസ്റ്റിനെ പിടിച്ചു കെട്ടിക്കൊണ്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന് കൊല്ലാഞ്ഞതെന്നുള്ളത്. അവൻ പറയുന്ന ചോദ്യത്തിന് വെറും ബാലിശമായിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാം, പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യമാണ്. അവിടെ സിവിലിയൻസ് ഉണ്ട്. അവിടെ കയറി നമ്മൾ വലിയൊരു ഓപ്പറേഷൻ നടത്തി, സിന്ദൂർ. നമ്മൾ ആ ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നു. നമ്മൾ സെൽഫ് ഡിഫൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടിക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? ഇന്ത്യക്കാര് ഒരിക്കലും ഒരു യുദ്ധത്തിലേക്കല്ല പോകുന്നത്. മാക്സിമം സിവിലിയൻസിനെ രക്ഷിക്കുകയാണ്, കാഷ്വാലിറ്റിയിൽ നിന്നും രക്ഷിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെ? അപ്പോൾ ഞാൻ ഇവനോട് ഒരു കാര്യം ചോദിക്കാം. എടാ അഖിലേ, നീ ചെറുപ്പമായ, ഞാനും നീയൊക്കെ ഒരു പ്രായമാണ്, ചെറുപ്പമായിരുന്നപ്പോൾ സെപ്റ്റംബർ 2001 സെപ്റ്റംബർ 11 പറയുന്ന ഒരു ദിവസമുണ്ടായിരുന്നു. എന്തായിരുന്നു അന്നത്തെ ഒരു പ്രധാനം? അമേരിക്കയിൽ ട്വിൻ ടവേഴ്സിൽ അൽ ഖ്വയ്ദ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് ഭീകര സംഘടന ഇടിച്ചിറങ്ങി. അമേരിക്ക വലിയ രാജ്യമാണ്, വലിയ ശക്തികളാണ്. അവരെന്ത് ചെയ്തു? ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷൻ തുടക്കമിട്ടു. ആ ഓപ്പറേഷന്റെ ഉദ്ദേശം എന്താ നിനക്കറിയാമോ? നിനക്ക് എല്ലാവർക്കും അറിയാം, നീ അത് മറന്നു പോകരുത്. ആ ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ എന്ന് പറയുന്ന ഓപ്പറേഷന്റെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉത്തരവാദിയായിട്ടുള്ള അൽ ഖ്വയ്ദ നേതാവ് ഒസമ്മ ബിൻ ലാദനെ പിടിച്ചു കെട്ടുക അല്ലെങ്കിൽ കൊല്ലുക എന്നുള്ള ഒറ്റ വാക്കേ ഉള്ളായിരുന്നു. അതിന് അമേരിക്ക പോയി അഫ്ഗാനിസ്ഥാൻ, ബലൂചിസ്ഥാനിൽ പോയി 10 വർഷം കലഹമുണ്ടാക്കി, വാറുണ്ടാക്കി. 7000-ൽ പരം സേനകൾ, അമേരിക്കൻ സേനകൾ മരിച്ചു. 70,000-ൽ പരം അഫ്ഗാൻ സേനയിലെ ആൾക്കാർ മരിച്ചു. താലിബൻസ് മരിച്ചു. 5 ലക്ഷം സിവിലിയന്മാര് മരിച്ചു. 10 വർഷം കൊണ്ടാണ് ആ ഓപ്പറേഷൻ പൂർത്തിയാക്കി ഒസമ ബിൻ ലാദനെ കൊന്നത്.
എടാ നാറി, നീ പറയുന്ന വാക്കും കൊണ്ട് ഇവിടുത്തെ ഒരു ഭരണം നടത്താൻ പറ്റുമോ? എടാവേ, ഇവിടുത്തെ ഈ പഞ്ചായത്ത് ഇലക്ഷന് മത്സരിച്ചു കൂട്ടല്ല. അന്ന് നീ മത്സരിച്ച എന്താ? നിനക്ക് പദവിയോടുള്ള അമിതമോഹം. ആ അമിതമോഹത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ച പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നീ മത്സരിച്ചവനാണ്, തോറ്റവനാണ്. തോക്കോ ജയിക്കോ എന്നല്ല, നിന്റെ സ്വഭാവമാണ് അവിടെ പറയുന്നത്. അപ്പൊ നീ മനസ്സിലാക്കണം, ആ ഓപ്പറേഷൻ നെറ്റ്സ്ഫിയർ എന്ന് പറയുന്ന ആ ഓപ്പറേഷന് 10 ലക്ഷത്തിലധികം ആൾക്കാരാണ് മരിച്ചത് 10 വർഷം കൊണ്ട്. നീ ഒന്ന് ആലോചിക്കണം. അതുപോലെ ഇന്ത്യ ചെയ്യണമെന്നാണ് നീ പറയുന്നത്. ഇതിനകത്ത് ഇന്ത്യക്ക് കൃത്യമായ നിലപാടുണ്ട്. ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. യുദ്ധമല്ല ഞങ്ങളുടെ ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ അത്യന്തികമായിട്ടുള്ള തീരുമാനം. അവരെങ്ങനെ തടുക്കും, എങ്ങനെ സിവിലിയൻസിനെ രക്ഷപ്പെടുത്തും? അവർക്കൊരു കാഷ്വാലിറ്റി പോലും സ്വന്തം സിവിലിയൻസുമാർക്ക് ഉണ്ടാകരുതെന്നുള്ള ഒറ്റ ചിന്താഗതിയാണ് അവർക്കുള്ളത്. പിന്നെ നീ പറയുന്ന കേട്ടു, ഏതാണ്ട് IPL നിർത്തി. എന്തുകൊണ്ട് ഇന്ത്യ പേടിച്ചിട്ട് നിർത്തിപ്പോയെന്ന്? എടാ പരനാറി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ ഇന്ത്യ പേടിച്ചിട്ടല്ല, ഇന്ത്യക്ക് ഒറ്റ പേടിയേ ഉള്ളൂ. ഒരു തുള്ളി രക്തം പോലും ഞങ്ങളുടെ ദേശീയ അതായത് സിവിലിയൻസിന്റെ, ഞങ്ങളുടെ ഭാരതീയന്റെ ഒരു തുള്ളി രക്തം പോലും പൊടിയല്ലേ എന്നുള്ള ഒരു പേടി മാത്രമേ ഉള്ളൂ. അതിനെടുക്കുന്ന ഒരു പ്രിക്വേഷൻസ് ആണ് IPL 2 ആഴ്ചത്തേക്കിന് മാറ്റി വെക്കുന്നത്. ഓർക്കുന്നത്, IPL വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഒത്തിരി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒത്തിരി ഉണ്ടാക്കാം. എടാ, ജീവൻ ഉണ്ടായാൽ മാത്രമേ. എടാ, പേടിയുടെ കാര്യമല്ല, പ്രിക്വേഷൻസ്. അതാണ്. അതിന് നിനക്ക് മൂള വേണം സംസാരിക്കുമ്പോൾ. അത് മൂള ഉണ്ടായാലും നിനക്കത് മനസ്സിലാവുള്ളൂ. ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യം അല്ലെ ഭാരത് മഹാരാജ്യം യുദ്ധത്തിന് പോയിട്ടുമില്ല, ഇങ്ങോട്ട് വരുന്നവനെ വിട്ടിട്ടുമില്ല. അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, വന്നവനെ വിട്ടുള്ള ചരിത്രമില്ല. പിന്നെ നീ ഒരു കാര്യം പറയുന്നു കേട്ട്, ബലോചിസ്ഥാനിൽ ഇന്ത്യ ഫണ്ടിങ് കൊടുക്കുകയാണ്. ഈടാ നാറി, നിന്റെ ചിറ്റമ്മ പറഞ്ഞിട്ടുണ്ടോ ബലോചിസ്ഥാനിൽ ഇന്ത്യ ഫണ്ടിങ് കൊടുക്കുകയാണ്? തന്മൂലം ബലോചിസ്ഥാനിലെ സാധാരണപ്പെട്ട മനുഷ്യന് വഞ്ചിച്ചുകൊണ്ട് അവരെ മരണത്തിലേക്ക് വിട്ടുകൊണ്ട് ഇന്ത്യ ഏതാണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറിയെന്ന് നീ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ വീഡിയോ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ബലോചിസ്ഥാനിൽ ഇന്ത്യ സൈഡിൽ നിന്ന് ഫണ്ടിങ് നടത്തുന്നെന്ന് പറയുന്നത് ഏതോ ഒരു മാധ്യമ പ്രവർത്തകൻ, ഒരു ഓസ്ട്രേലിയൻ നാറി ഡേവിഡ് റൈറ്റ് എന്ന് പറയുന്ന ഒരുത്തൻ എഴുതിയിട്ടുണ്ട്. അതിക്കമ്മി അതല്ലാതെ എന്താ നീ ഇങ്ങനെ നിന്റെ മാതൃരാജ്യം പറയുന്നത് നിനക്ക് വിശ്വാസമില്ലേ? എടാ, നിന്റെ അമ്മ പറഞ്ഞു നിന്റെ അപ്പന ആ ഒരു പിള്ളയാണെന്ന്, അതുകൊണ്ട് നിനക്ക് വിശ്വാസമായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മാതൃരാജ്യം പറയുന്നത് നിനക്ക് വിശ്വാസമില്ല. ബലോചിസ്ഥാനിൽ ഫണ്ടിങ് കൊടുക്കുന്ന ഇന്ത്യയാണെന്നാണ് നീ പറയുന്നത്. എടാ അഖിലേ, നീ ഒന്ന് ആലോചിക്ക്. നിനക്ക് ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് മൂലക്കുരു വന്നു ഇല്ലേ? മൂലക്കുരു വന്നു. ആ മൂലത്തിൽ കൂടെ നീ ചിന്തിക്കുന്നതുകൊണ്ടാണ് നിനക്ക് ഈ മൂലക്കുരു വരുന്നത്. നിന്റെ ചിന്താഗതി അതുപോലെ, മൂലത്തിൽ കൂടെ ചിന്തിക്കരുത്. നീ ചിന്തിക്കടാ, മനുഷ്യനായിട്ട് ചിന്തിക്കേ, എന്നിട്ട് നീ സംസാരിക്കേ, മനുഷ്യത്വത്തിന് വേണ്ടി സംസാരിക്കടാ. എടാ, നിന്റെ സ്വഭാവം ഒരു എമ്പതി കൊടുക്കടാ. ഇവിടെ ചോര ചീന്തുന്ന രാഷ്ട്രീയമല്ല നമുക്ക് വേണ്ടത്, അധികാര മോഹത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടതെന്താ? ശാന്തിയും സമാധാനവുമാണ് വേണ്ടത്. അത് നിനക്ക് എപ്പോഴേലും ഒന്ന് തോന്നിയിട്ടുണ്ടോ? നീ ഇതേ ഇപ്പോഴത്തെ പുതിയ പോസ്റ്റിലും അത് നീ നോക്കി പറഞ്ഞിരിക്കുന്നത് എന്താ? പാകിസ്ഥാനെ നശിപ്പിക്കാനുള്ള സുവർണ അവസരം ഇന്ത്യ പാഴാക്കിയത് വലിയ മണ്ടത്തരമാണെന്ന് വരും തലമുറ പറയുമെന്ന്. എടാ പരനാറി, നിന്റെ മനസ്സിൽ ഇപ്പൊ എന്താടാ? ചൊകര ഒഴുകിയിട്ട് ചൊകരപ്പുഴയ്ക്കകത്ത് കളിക്കണമെന്നാണോ നീ പറയുന്നത്? എടാ, അച്ചിക്കുണ്ടിയുടെ തണൽ തണുവിൽ കൊളാബ് ചെയ്യുന്ന കൂട്ടല്ല ഒരു രാജ്യത്തെ പറ്റി പറയുന്നത്. നീ അതൊരു കാര്യം മനസ്സിലാക്കണം. നിന്റെ സ്വഭാവം, നിന്റെ പ്രവൃത്തിയും, നീ കേരളത്തിൽ അറിയപ്പെടുന്നപ്പം തൊട്ട് എല്ലാ ജനങ്ങളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എടാ, പറയുന്ന വാക്ക് ആണുങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യന് പറയുന്ന വാക്കുകൾക്ക് വില വേണം. അല്ലെങ്കിൽ ഒരു പേര് വരും, അപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്നത്. എടാ, നീ ഒരു ഇന്റർവ്യൂവിന് പറഞ്ഞെന്താ? നിന്റെ സ്വഭാവം പറഞ്ഞു ആദ്യം. അന്ന് നീ ബിഗ് ബോസിൽ പോയിട്ടില്ല. നീ ലുലുമാളിന്റെ വാതൊക്കെ പോയിട്ട് നിന്റെ മിസൈല് പൊക്കി കാണിക്കുമ്പോഴത്തേക്ക് നീ ലുലുമാളിന്റെ വാതൊക്കെ പോയി തുണി പൊക്കി കാണിച്ചാൽ മതി. അത് ബിഗ് ബോസിൽ പോകുന്നതിനേക്കാളും ഭേദമാണ് പറഞ്ഞിട്ട് ഒരാഴ്ച കണ്ടിട്ട് നീ ബിഗ് ബോസിൽ പോയി പറഞ്ഞെന്നാ ഇപ്രകാരം. ഏത് ഷോയുടെയും ഏറ്റവും വലിയ വിജയം അതിന്റെ പ്രേക്ഷകരാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആക്കി ബിഗ് ബോസിനെ മാറ്റിയത് ഏഷ്യാനെറ്റിന്റെയും ഈ ബിഗ് ബോസിന്റെയൊക്കെ പ്രേക്ഷകരാണ്. അതുകൊണ്ട് അവരെ കഴിഞ്ഞില്ല പിന്നെ ആരുണ്ട്? നമുക്ക് അവരല്ലേ എല്ലാം.
അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിനകത്ത് കിടന്ന് 2 പിള്ളേരുമായിട്ട് നീ എവിടെ, ഞാൻ നിനക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടില്ല, എന്നാലും ഞാൻ പറയാം 2 പിള്ളേരുമായിട്ട് അടിയുണ്ടാക്കി. സാഗറും വേറൊരു പയ്യനും ഉണ്ട്, അടിയുണ്ടാക്കി. നീ പോകുന്നതിന് മുമ്പ് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തു. അതിൽ ഞങ്ങളെല്ലാം സ്നേഹിക്കുന്ന ജോജുവായിട്ട് നീ വലിയ കൊതവും കൊടുവായിരുന്നു. തിരിച്ചിറങ്ങി വന്ന് നിനക്ക് സിനിമ ഇല്ല, അവരെ കൊണ്ട് അഭിനയിക്കുന്നു. നീ ജോജുവായിട്ട് വഴക്ക് പിടിച്ചു. 2 ആഴ്ച മുമ്പ് കോൺഗ്രസ്സുകാര് നിന്റെ പദവിയും പണവും കണ്ടുകൊണ്ടാണ് നിന്റെ പുറകെ വരുന്നെന്ന് പറഞ്ഞിട്ട് ഇതേ കിടക്കുന്നു കോൺഗ്രസിൽ. എടാ അഖിലെ കോട്ടാത്തല എന്ന് പറയുന്ന, അഖിൽ കോട്ടാത്തല എന്നതാണ് നിന്റെ ആദ്യത്തെ പേര്. അത് മാറിയിട്ട് നീ അഖിൽമാരാറായപ്പോൾ നീ കേരളക്കാരറിയുന്ന ഒരു വലിയ മനുഷ്യനാണ്. അത് നീ മനസ്സിലാക്ക്. എന്നിട്ട് നിന്റെ സംസാരം, നീ എന്തൊക്കെ സംസാരിച്ചു എന്നുള്ളത് ജനങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്ന കൂട്ടല്ല, നീ ഇത് മനസ്സിലാക്ക്. എന്നിട്ട് നിന്റെ ഈ വാക്കിനകത്ത് ഒരു വില വരുത്ത്. 1.5 കിലോ 10 എന്ന് പറയുന്ന കൂട്ടല്ല ഒരു രാജ്യത്തിന്റെ നയം. അത് നീ മനസ്സിലാക്ക്. നീ കിടന്ന് ചുമ്മാ ചപ്പള എന്ന് വിളിച്ചു പറയുക. ആരോടെങ്കിലും ഇവന്റെ പെമ്പറനോത്തി എങ്കിലും ഇവനെ പറഞ്ഞു മനസ്സിലാക്കി ഇവനൊരു നേർവഴി കൊടുക്കുക. ഇവൻ എന്തോ വരാനിരിക്കുകയാണ്, ഇവന് വലിയതെന്തോ വരാനിരിക്കുകയാണ്. ഇവൻ ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് അറബിയുടെ അവിടെ പോയി കുറച്ച് ബ്ലാക്ക് മണി സെറ്റപ്പും മയിലും മാങ്ങാത്തിലും ഉണ്ടാക്കിയിട്ട് അത് വെളുപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ്. ഇതിനോടിടയ്ക്ക് അവിടെ അടിയും കിട്ടും. നീ വഴി വന്നിട്ട് പറയും ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് NIA എന്നെ ഇല്ലാതാക്കി, അല്ലെങ്കിൽ BJP സർക്കാർ എന്നെ ഇല്ലാതാക്കി. എടാ നിന്റെ കയ്യിലുള്ള എല്ലാ കള്ളത്തരങ്ങളും ഈ പറയുന്ന ബ്ലാക്ക് മണിയും കാര്യങ്ങളും എല്ലാം ആൾക്കാർ വിട്ടുപോയിക്കൊണ്ടിരിക്കുക. അത് നീ മറച്ചു വെച്ചുകൊണ്ട് നീ രാജ്യത്ത് പറയാനൊന്നുമില്ല. നീ നന്നാക്കേണ്ട കാര്യമില്ല. അവർക്കറിയാം, രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് അറിയാം എങ്ങനെ ഭരിക്കണം, എന്തുകൊണ്ട് ഭരിക്കണം, എങ്ങനെ യുദ്ധം ചെയ്യണം എന്നൊക്കെ അറിയാം. അല്ല കോട്ടാത്തലേന്ന് അഖിൽ വന്നിട്ട് വേണ്ട നരേന്ദ്രമോദിയെ പഠിപ്പിക്കാൻ. നീ ആദ്യം അത് മനസ്സിലാക്ക്.